So next, technological diffusion. So technology diffusion is a process by which new technology spreads and become widely adapted across the population. ഒരു ജനതയുടെ മുമ്പിൽ ഫുള്ളായിട്ട് ഈ ഒരു ടെക്നോളജി സ്പ്രെഡ് ആവുകയും അവിടെ നിറച്ച് ഇത് വൈഡ്ലി അത് അഡോപ്റ്റ് ചെയ്യണ സംഭവമാണ് technology diffusion. Spread of innovation through communication channels and decision making process that influence adoption. So ഇങ്ങനെയാണ് ഇത് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രെൻഡ് വരികയാണെങ്കിൽ അത് കൂടുതൽ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ പിന്നെ മീഡിയസിലൂടെ നമ്മൾ പറഞ്ഞു വരുത്തി നമ്മൾ ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു സംഭവമാണ് ടെക്നോളജി ഡിഫ്യൂഷൻ. സോ ടെക്നോളജി ഡിഫ്യൂഷൻ പ്രോസസ് ഇൻഫ്ലുവൻസ് ബൈ വെറൈറ്റി ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടെക്നോളജി. അപ്പോൾ ആ ഒരു ടെക്നോളജി ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഓഫ് യൂസ്. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ടെക്നോളജി എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ AI അത് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പിന്നെയുള്ള ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റമായിട്ട് കമ്പാറ്റബിൾ ആണ്. ശരിയാണ്, AI എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റമായിട്ട് കമ്പാറ്റബിൾ ആണ്. കാരണം കമ്പ്യൂട്ടറിലും ഫോണിലും ഇതിലൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാന്നുള്ളൂ. സോ അതൊരു മേജർ റോൾ ഓഫ് ഡിഫ്യൂഷൻ പോലെയാണ്. സോ അങ്ങനത്തെ ഒരു ടെക്നോളജി എളുപ്പത്തിൽ യൂസ് ചെയ്യാനും ഒപ്പം തന്നെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം പെട്ടെന്ന് അഡാപ്റ്റ് ആവും. പിന്നെ അഡാപ്റ്റർ കാറ്റഗറി. The theory of technology diffusion proposes that individuals and organizations can be classified into different categories based on the likelihood of adapting a new technology. ഒരു പുതിയൊരു ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഓരോ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ. അങ്ങനെ ഇന്നോവേറ്റേഴ്സ്, ഏർലി അഡാപ്റ്റേഴ്സ്, പിന്നെ മെജോറിറ്റി, ലേറ്റ് മെജോറിറ്റി, ലാഗേഴ്സ്. ആദ്യം പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയിട്ട് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക, അങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇന്നോവേറ്റേഴ്സ് എന്ന് വെച്ചാൽ അവർ ചെയ്ത് നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ ആൾക്കാരുടെ റിസ്ക് ടോളറൻസ് പിന്നെ എത്രത്തോളം അവർ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്നും അതൊക്കെ അനുസരിച്ചാണ് ആ ഒരു അഡാപ്റ്റ് കാറ്റഗറീസ് ഇരിക്കുന്നത്. അടുത്താണ് സോഷ്യൽ എക്കണോമിക് കോണ്ടസ്റ്റ്. പിന്നെ വീണ്ടും ഒരു ബ്രോഡർ ആയിട്ട് നോക്കുകയാണെങ്കിൽ സോഷ്യൽ എക്കണോമിക് കോണ്ടസ്റ്റ് ആണ് ഒരു വരുന്നത്. ഇപ്പോൾ ഒരു ലെവൽ ഓഫ് ഗവൺമെൻറ് സപ്പോർട്ട്, ഇപ്പോൾ നമ്മൾ ഓരോ സ്കീമുകൾ, അങ്ങനത്തെ ഒരു ഇപ്പോൾ അഗ്രികൾച്ചർ സ്കീംസ്, അങ്ങനത്തെ പല ഫണ്ടിങ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കൂടുതലും എത്രത്തോളം ഫണ്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നതനുസരിച്ചാണ് അതിൻ്റെ ഒരു ഡിഫിഷ്യൻ റേറ്റ് ഇരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഗ്രാഫ് കാണിക്കണം. എന്താണ് ഗ്രാഫ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് പോയാൽ മതി. പിന്നുള്ളതാണ് ടെക്നോളജി അബ്സോർപ്ഷൻ. സോ ടെക്നോളജി അബ്സോർപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് it refers to the process by which organizations adopt or integrate new technologies into their operation, process and culture. അവരുടെ ഓപ്പറേഷൻസും പ്രോസസ്സും കൾച്ചറിലേക്ക് പുതിയൊരു ടെക്നോളജീനെ ഒത്തുചേർക്കുകയാണ് ചെയ്യുന്നത്. ആ ഓർഗനൈസേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നു, ഒപ്പം തന്നെ ഒത്തുചേർക്കുകയും ചെയ്യണം. സോ ഇതിലൂടെ കൂടുതലും ചെയ്യുന്നത് അവയർനെസ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ കൂടുതലും ആ ടെക്നോളജിയെ കുറിച്ച് അറിയാൻ തുടങ്ങും, എന്നിട്ട് അതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് അറിയാൻ തുടങ്ങും. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. പിന്നെ അത് നോക്കി നോക്കുക എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണ്ടോ, വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ടോ, അതിൻ്റെ ബെനിഫിറ്റ് കൂടുന്നുണ്ടോ. അപ്പോൾ ഇത് ഒരു എവല്യൂഷൻ ചെയ്യും. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ, ആ ഒരു ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്തിട്ട് ഇൻറ്റഗ്രേഷൻ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ അത് ഇൻറ്റഗ്രേഷൻ ഫൈനലി അത് നമ്മൾ ചേർത്തെടുക്കും, എന്നിട്ട് അത് മോണിറ്റർ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതാണ് ഇത്. സിമ്പിൾ. Success of technology absorption depends on several factors. ഒന്ന് മാനേജ്മെന്റ് സപ്പോർട്ട്, പിന്നെ എംപ്ലോയി ട്രെയിനിങ്, കൾച്ചർ, സിസ്റ്റം കമ്പാറ്റബിലിറ്റി. മാനേജ്മെന്റ് സപ്പോർട്ട്, ദ ലെവൽ ഓഫ് സപ്പോർട്ട് ഫ്രം ടോപ്പ് ലെവൽ. ഭയങ്കര ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്കത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഇരിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റ് നല്ല രീതിയിൽ റിസോഴ്സസും പിന്നെ സപ്പോർട്ടും തരാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് എംപ്ലോയി ട്രെയിനിങ്. എംപ്ലോയീസ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എഫക്റ്റീവ്ലി അവരുടെ ഈ ടെക്നോളജി എന്താണ് വരുന്നത് അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റും. സോ ഓർഗനൈസേഷൻ അതിനനുസരിച്ച് ട്രെയിൻഡ് ആകും. പിന്നെ കൾച്ചർ, സോ ഒരു സപ്പോർട്ടീവ് കൾച്ചർ എന്നായിരിക്കും. അപ്പോൾ എല്ലാ രീതിയിൽ ടെക്നോളജി അഡോപ്ഷൻ ചെയ്യാൻ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൾച്ചറാണ് അവിടെ എങ്കിൽ അത് ഫാസ്റ്റായിട്ട് ഇന്നോവേഷൻ നടക്കണം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് സിസ്റ്റം കമ്പാറ്റബിലിറ്റി. സിസ്റ്റം മസ്റ്റ് ബി കമ്പാറ്റബിൾ ഓർഗനൈസേഷൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റംസും ഓർഗനൈസേഷൻസും പ്രോസസ്സും കൾച്ചറൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ടെക്നോളജി ആയിട്ട് ചെറിയ രീതിയിൽ കമ്പാറ്റബിൾ ആണെങ്കിൽ വളരെ ഫാസ്റ്റ് റേറ്റിൽ നമുക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റും. അടുത്തതാണ് ടെക്നോളജി കോമ്പറ്റീറ്റീവ്നെസ്. Technology competitiveness refers to a country or a company's ability to develop and produce market technology-based products and service. സോ ടെക്നോളജി കോമ്പറ്റീഷൻ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അവരുടെ കഴിവിനെ നോക്കുന്നതാണ്. എത്രത്തോളം കഴിവുണ്ട് ഒരു കമ്പനിക്ക് പ്രോഡക്റ്റ് ബേസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ടെക്നോളജി ബേസ് ആയ സാധനങ്ങൾ ഇറക്കാനുള്ള കഴിവുകൾ എത്ര ഉണ്ടെന്ന് നോക്കുന്നതാണ് ടെക്നോളജി കോമ്പറ്റീവ്നെസ്. ഇറ്റ്സ് എ മെഷർ ഓഫ് എബിലിറ്റി ടു ഇന്നോവേറ്റ്. പുതിയൊരു കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സവിശേഷത ഉണ്ടോ എന്ന് നോക്കുന്നതാണ്
ടെക്നോളജി കോമ്പറ്റീവ്നെസ്. സോ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ശരിയാണ്, അത് നമുക്കറിയാം. R&D ഉണ്ടായാലാണ് പുതിയ ടെക്നോളജീസ് വരുന്നുള്ളൂ. സോ അങ്ങനെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. സ്കിൽഡ് വർക്ക് ഫോഴ്സ്, നല്ല വെൽ എഡ്യൂക്കേറ്റഡ് നല്ല ട്രെയിൻ ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ കൺട്രിക്ക് നമ്മുടെ കമ്പനിക്ക് നല്ല രീതിയിൽ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും ബാക്കിയുള്ളവരായിട്ട്. പിന്നെ അസറ്റ് ക്യാപിറ്റൽ, ഒരു കമ്പനിക്ക് R&D മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് പൈസ വേണം. പണം വന്നാലാണ് പുതിയ രീതിയിൽ നമുക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുള്ളൂ. സോ അസറ്റ് ക്യാപിറ്റൽ, ഇൻഫ്രാസ്ട്രക്ചർ, ഒരു വെൽ ഡിഫൈൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ അതിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്ന് വയ്ക്കുക. ഇപ്പോൾ ഹൈ സ്പീഡ് ഇന്റർനെറ്റ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് ആ കമ്പനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അടുത്താണ് ഗവൺമെന്റ് പോളിസീസ്. എന്തൊക്കെ ശരിയായാലും ഗവൺമെന്റ് പോളിസീസിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ആയില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ടാക്സിൻ്റെ കാര്യങ്ങളായാലും ഇൻവെസ്റ്റ്മെന്റ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് പ്രോഗ്രാം, ഇതൊക്കെയാണ് ഗവൺമെന്റ് പോളിസീസിൽ വിടുന്നത്. അടുത്താണ് പിന്നെ മാർക്കറ്റ് ഡിമാൻഡ്. ഇപ്പോൾ ലെവൽ ഓഫ് ഡിമാൻഡ് ഫോർ ടെക്നോളജി ബേസ്ഡ് പ്രോഡക്റ്റ് സർവീസസ് ക്യാൻ ഓൾസോ ഇമ്പാക്ട് ടെക്നോളജി കോമ്പറ്റീവ്നെസ്. ഒരു ലാർജ് മാർക്കറ്റ് ഫോർ ടെക്നോളജി പ്രോഡക്ട്സ് ക്യാൻ എൻകറേജ് കോമ്പറ്റീറ്റീവ്സ് ടു ഇൻവെസ്റ്റ് ഇൻ R&D ആൻഡ് ഒരു മാർക്കറ്റ് പ്ലേസിൽ അങ്ങനത്തെ ഒരു ടെക്നോളജി ഭയങ്കര രീതിയിൽ എൻകറേജ് ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിക്ക് എൻകറേജ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണെങ്കിൽ അതിപ്പോൾ സസ്റ്റൈനബിൾ പ്രോഡക്ട്സ് കൂടുതൽ വരാൻ തുടങ്ങും. അതാണ് അവിടുത്തെ ഒരു എക്സാമ്പിൾ. എലമെന്റ്സ് ഓഫ് ടെക്നോളജി സ്ട്രാറ്റജി. ടെക്നോളജി സ്ട്രാറ്റജി ലോങ് ടേം പ്ലാൻ ആണ്. നമുക്കറിയാം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, അപ്പോൾ തന്നെ ലോങ് ടേം പ്ലാൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഓർഗനൈസേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഗോൾസ് ഒബ്ജക്റ്റീവ്സ് ചെയ്തെടുക്കും എന്നുള്ളതാണ് ടെക്നോളജി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു എലമെന്റ്സ് ഒക്കെ എന്തൊക്കെയാണ്? വിഷൻ ആൻഡ് മിഷൻ. ആദ്യത്തെ കേസ് എന്താണ്? ഓർഗനൈസേഷൻ അതിൻ്റെ കറക്റ്റായിട്ട് ഒരു വിഷൻ ഉണ്ടാവും. ഒരു 10 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വിഷൻ ഒരിക്കലും മാറില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട്. പിന്നെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ക്ലിയർലി എന്താണ് എപ്പോഴാണ് ഇങ്ങനെ രീതിയിലൊക്കെ ഓർഗനൈസേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് ഉള്ളൊരു ധാരണ വേണം. മാർക്കറ്റ് ആൻഡ് കോമ്പറ്റീറ്റീവ് അനാലിസിസ്, അത് നമുക്ക് ടെക്നോളജി നമുക്ക് എത്ര രീതിയിൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കുന്നതാണ് മാർക്കറ്റ് ആൻഡ് കോമ്പറ്റീറ്റീവ് അനാലിസിസ്. ടെക്നോളജി ട്രെൻഡ്സ് ആൻഡ് ഇന്നോവേഷൻസ്. സോ ടെക്നോളജി സ്ട്രാറ്റജിയിലൂടെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ട്രെൻഡ് ആവുന്നതെന്നും അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാവുന്നത് നമുക്ക് അറിയാൻ പറ്റും. SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഇത് നമുക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണലി ഒപ്പം തന്നെ ഇന്റേണലി ഉണ്ടാവണ ഓരോ ഇമ്പാക്റ്റുകൾ നമുക്ക് അറിയാൻ പറ്റും. ടെക്നോളജി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ആസ് എൻ ഓർഗനൈസേഷൻസ് കറന്റ് ടെക്നോളജി അസറ്റ്സ്. ഇപ്പോൾ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്, എന്നിട്ട് അത് അനുസരിച്ച് അത് നമുക്ക് റീറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, കയ്യിൽ വെക്കണം, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അതോ നമ്മൾ വേണ്ടെന്ന് വെക്കണമെന്ന് തീരുമാനിക്കാവുന്ന ടെക്നോളജി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. പിന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. ദ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഷുഡ് ഇൻക്ലൂഡ് എ പ്ലാൻ ഫോർ ഹൗ ദ ഓർഗനൈസേഷൻ വിൽ ഇൻവെസ്റ്റ് ഇൻ ടെക്നോളജി. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെ ഏതിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. ഇംപ്ലിമെന്റേഷൻ പ്ലാനിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കുന്നതാണ് ഇംപ്ലിമെന്റേഷൻ പ്ലാൻ. മെഷർമെന്റ് ആൻഡ് ഇവാലുവേഷൻ. The technology strategy should include metrics for measuring the success of the technology plan and the process for regularly evaluating its effectiveness. Another role of technology absorption. So technology absorption refers to a process by which acquires and implements new technology, improve the observation communities. Adoption of new technology and but also integration of a technology into organization process നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവും. കാര്യം നമ്മൾ പുതിയൊരു സാധനം നമുക്ക് അബ്സോർബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്തെടുക്കുമ്പോൾ കോസ്റ്റ് കുറച്ചുകൊണ്ട് നല്ല ഒരു എഫിഷ്യൻ്റ് ആവും, കോമ്പറ്റീഷൻസ് കൂടും, നമുക്ക് ചേഞ്ചിൻ്റെ ഒപ്പം ഒത്തുചേർന്ന് പോകാൻ പറ്റും. പിന്നെ ഇന്നോവേഷൻസ് കൂടുതൽ ഇൻക്രീസ് ആവും. പിന്നെ ടെക്നോളജി നമുക്ക് കുറേ വലിയ രീതിയിൽ കപ്പാസിറ്റി ഇമ്പ്രൂവ് ആവും ചെയ്യും. ബെനിഫിറ്റ്സ് ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ, ഇൻക്രീസ് എഫിഷ്യൻസി, എൻഹാൻസ് കോമ്പറ്റീവ്നെസ്, പിന്നെ കസ്റ്റമർ എക്സ്പീരിയൻസ് കൂടും. ക്വാളിറ്റി സംബന്ധമായിട്ട് കാര്യങ്ങൾ കൂടുമ്പോൾ കസ്റ്റമർ എക്സ്പീരിയൻസ് കൂടും. നല്ല രീതിയിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇമ്പ്രൂവ് രീതിയിൽ ഇന്നോവേഷൻസും പിന്നെ പുതിയ മാർക്കറ്റ് അട്രാക്ഷനും പിന്നെ പുതിയ ടാലൻറ്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ബേസിക് ബെനിഫിറ്റ്സ്. ഇത് പിന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. കൺസ്ട്രെയിൻസ് ഇൻ ടെക്നോളജി അഡോപ്ഷൻ. എന്തൊക്കെ കൺസ്ട്രെയിൻസ് വരുന്നത് വെച്ചാൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ചില എംപ്ലോയീസും ചിലപ്പോൾ ഈ അഡോപ്ഷന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ അത് അവർക്ക് ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ അവരുടെ ജോബ് പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഓരോരോ റെസിസ്റ്റൻസ് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷേ ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും. പിന്നുള്ളതാണ് ലാക്ക് ഓഫ് റിസോഴ്സ്. ഒരു ഓർഗനൈസേഷനിൽ ഫുൾ ആയിട്ടുള്ള റിസോഴ്സ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ലിമിറ്റേഷൻ ആണ് അബ്സോർപ്ഷന് വേണ്ടിയിട്ട്. കാര്യങ്ങൾ അപ്പോൾ നടക്കില്ല. അതാണ് ലാക്ക് ഓഫ് റിസോഴ്സ്. ഇൻറ്റഗ്രേഷൻ ചാലഞ്ചസ്. ഇൻറ്റഗ്രേറ്റിംഗ് ന്യൂ ടെക്നോളജി ഇൻടു എക്സിസ്റ്റിംഗ് സിസ്റ്റംസ്. ചിലപ്പോൾ കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ തന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ കുറേ സമയം എടുത്താൽ സമയത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും. പിന്നുള്ളതാണ് ടെക്നിക്കൽ ചാലഞ്ച്. ഒരു പുതിയൊരു ടെക്നോളജി
മുന്നോട്ട് വയ്ക്കുന്നത്. കുറേ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ആവശ്യം വരും. കാരണം അതിനെക്കുറിച്ച് അറിയുന്ന കുറേ ആൾക്കാർ വേണം. സോ അങ്ങനെ രീതിയിൽ ചെയ്യുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ് വരും. പിന്നെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യങ്ങൾ വരും. അപ്പോൾ അത് ടെക്നിക്കലായിട്ടുള്ള ഒരു ചാലഞ്ചാണ്. പിന്നെ റെഗുലേറ്ററി ബാരിയേഴ്സ്. Some technologies may be subject to regulations, standards that can constrain the adoption and implementation. For example, certain technologies may be subject to privacy or security regulations that limit their use. Regulatory barriers. അത്ര തന്നെ. പിന്നെയുള്ളത് ടെക്നോളജി പാക്കേജ്. ടെക്നോളജി പാക്കേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ടെക്നോളജി പാക്കേജ് അതിൽ ഒരു കോമ്പിനേഷനാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സർവീസും കൊണ്ട് ഒരു കോമ്പിനേഷനാണ് ടെക്നോളജി പാക്കേജ്. അപ്പോൾ ആ ഒരു ടെക്നോളജി കമ്പനി ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള എല്ലാ കംപ്ലീറ്റ് സൊല്യൂഷൻ അവർ കൊടുക്കും. ആ സംഭവമാണ് ടെക്നോളജി പാക്കേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ ടു മേക്ക് ഓർഗനൈസേഷൻ എളുപ്പമായിട്ട് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ട് അത് ആ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ടെക്നോളജി പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ഹാർഡ്വെയർ ഉണ്ടായിരിക്കും, സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും, സർവീസ് ഉണ്ടാകും. ഹാർഡ്വെയർ എന്ന് വെച്ചാൽ എന്താ ഒരു ഫിസിക്കൽ എക്യുപ്മെൻറ്റ് പോലുള്ള സംഭവം, അത് ആ ടെക്നോളജീനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സെർവർ, കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ അതൊക്കെ. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ അതിനെ റൺ ചെയ്യാനും ഹാർഡ്വെയറിനുള്ളിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്. സോ അതും ആ ടെക്നോളജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സർവീസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ആവശ്യം വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ട്രെയിനിങ്, മെയിൻ്റെനൻസ്, ടെക്നിക്കൽ സപ്പോർട്ട് ഇതൊക്കെ. ബെനിഫിറ്റ് ഓഫ് ടെക്നോളജി പാക്കേജ്. എന്താണ് ബെനിഫിറ്റ്? ആദ്യം തന്നെ നമുക്ക് പറയാം എളുപ്പമാവും എല്ലാ കാര്യങ്ങളും. ഈസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. എളുപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. So technology packages are designed to make it easier for organizations to adopt and implement new technologies by providing a complete solution that includes all the necessary components and support. Improved functionality. ഇപ്പോൾ ടെക്നോളജി പാക്കേജ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ എഫിഷ്യൻസി, ഒപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസ് കുറേ ഓപ്പറേഷൻസ് ഉണ്ടാവും, അതൊക്കെ വളരെ ഇതിൽ എഫിഷ്യൻ്റ് ആവുകയാണ്. അപ്പോൾ ERP സിസ്റ്റം അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്തുണ്ടാവണം, എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആവുകയാണ്. സോ ഫംഗ്ഷനാലിറ്റി ഇമ്പ്രൂവ് ചെയ്തു, ഇൻക്രീസ് എഫിഷ്യൻസി, കോസ്റ്റ് കുറഞ്ഞു നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വീണ്ടും വേറെ കുറേ ആൾക്കാരെ വെക്കേണ്ടി വരില്ല. അപ്പോൾ അവിടെ കോസ്റ്റ് കുറവാണ്, ആൾക്ക് കൊടുക്കേണ്ട പൈസ നമുക്ക് ലാഭം വരികയാണ്. അങ്ങനെ ലാഭം വരുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും. അപ്പോൾ എഫിഷ്യൻസി കൂട്ടും. പിന്നെ റെഡ്യൂസ്ഡ് കോസ്റ്റ്. ഇപ്പോൾ വന്നു തന്നെ നമുക്ക് എലിമിനേറ്റ് നീഡ് ടു പർച്ചേസ്. കുറേ കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അത് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആവശ്യമില്ല. വേറെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട വരില്ല. മൾട്ടിപ്പിൾ കമ്പോണൻസ് സർവീസൊക്കെ സെപ്പറേറ്റ്ലി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, സർവീസ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ബെറ്റർ ഇൻറ്റഗ്രേഷൻ. ടെക്നോളജി പാക്കേജ് ഡിസൈൻ ടു വർക്ക് സീംലെസ് ടുഗദർ. ഒരുമിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ടെക്നോളജി പാക്കേജ് അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻ തോന്നുന്നത്. സോ ഫംഗ്ഷനാലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ആവും. അടുത്താണ് ടെക്നോളജി ഡിപ്പെൻഡൻസ്. Technology dependence refers to reliance of an organization on technology to support its operation and achieve its goal. ഇത് ആ ടെക്നോളജി ഡിപ്പെൻഡൻ്റ് ആയാണ്. കാരണം ഈ ഓർഗനൈസേഷൻ നോക്കിയപ്പോൾ നടന്നത് നല്ല രീതിക്ക് പോകണമെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു ടെക്നോളജി വേണം, അതാണ് അവിടെ പറയുന്നത്. സോ ഇത് സിമ്പിളിക്കാൻ യൂണിഫോഴ്സ്. കാരണം ഒന്നെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിങ്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്, ഈ ഒരു ബേസിലായിരിക്കും ഡിപ്പെൻഡൻസ്. വേറെ പല റീസൺ കൊണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഇംപ്രൂവ്ഡ് ഫംഗ്ഷനാലിറ്റി, കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സംഭവത്തിന് നല്ലൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഡിപ്പെൻഡൻ്റ് ആയി പോകും. Increased efficiency. Technology can help organizations streamline their operation and reduce cost, better integration, increased competitiveness പറഞ്ഞു തന്നെ. പിന്നെ vulnerability to cyber attacks, reliance on technology vendors, dependence on single technology, ഇതൊക്കെയാണ് ഡിപ്പെൻഡൻസിൽ വരുന്നത്. അത് ഈ vulnerability to cyber attacks, റിലയൻസ് ഓൺ ടെക്നോളജി വെൻഡേഴ്സ്, പിന്നെ ഡിപ്പെൻഡൻസ് ഓൺ സിംഗിൾ ടെക്നോളജി, ഇതൊക്കെ നെഗറ്റീവ് കോൺസിക്വൻസ് ആണ്. ടെക്നോളജി ഡിപ്പെൻഡൻസ് കൊണ്ട് വരുന്ന നെഗറ്റീവ് കോൺസിക്വൻസ് ആണത്. പിന്നെ ഇൻക്രീസ്ഡ് കോസ്റ്റും. പിന്നെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇൻ ടെക്നോളജി അബ്സോർപ്ഷൻ എഫേർട്ട്. Indian experience in technology absorption efforts can be characterized by a mix of challenges and success. Over the last few decades, India has made significant വളരെ നല്ല രീതിയിൽ ഗ്രോത്തും പുതിയ ടെക്നോളജീസ് ഒക്കെ സപ്പോർട്ട് ചെയ്യണ ഒരു പ്രകൃതം കാഴ്ചവെച്ചിട്ടുണ്ട്. സോ കീ ഹൈലൈറ്റ്സ് ഓഫ് ഇന്ത്യ അബ്സോർപ്ഷൻ എഫേർട്സ് ഇൻക്ലൂഡ് IT ഇൻഡസ്ട്രി ഗ്രോത്ത്. നമുക്കറിയാം IT സെക്ടർ ഭയങ്കരമായിട്ട് കൂടുകയാണ്. നമുക്ക് തന്നെ അറിയാവുന്നതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചിലപ്പോൾ ആൾക്കാർ കുറവായിരിക്കും, എങ്ങനെയാണെന്നറിയില്ല. പിന്നെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് CSE ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ കൂടുതൽ ആൾക്കാർ. സോ എന്തുകൊണ്ടാണ് ചവറ് പോലെ അവർ കയറി വരികയാണ്. കാരണം എന്തുകൊണ്ട് അവരുടെ വിചാരം IT കമ്പനിയിൽ ഫുള്ളും ഇവരാണ് എന്നാണ്. പക്ഷെ സ്കില്ല് പഠിച്ചെടുത്ത ആർക്കും വേണമെങ്കിൽ പോയിരിക്കുക എന്നുള്ളൂ. സോ ഇന്ത്യ സമാദേശം അതുകൊണ്ടാണ് IT ഇൻഡസ്ട്രി ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കര മേജർ ഗ്രോത്ത് ഉണ്ടായിക്കണം. ഗ്രോത്ത് ഇനീഷ്യേറ്റീവ്സ്. ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് എ നമ്പർ ഓഫ് ഇനീഷ്യേറ്റീവ് ടു സപ്പോർട്ട് ടെക്നോളജി. കുറേ ടെക്നോളജീനെ സപ്പോർട്ട് ചെയ്യേണ്ട കുറേ ഇനീഷ്യേറ്റീവ്സും സ്കീംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഡെവലപ്മെൻറ്റ് വരാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ IT ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ആവണേ. സോ ഇപ്പം നമ്മുടെ കൊച്ചി, തൃശ്ശൂർ, ഇവരൊക്കെ നമ്മുടെ പുതിയ
കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ടെക്നോളജി ഇമ്പ്രൂവ് ആകുമ്പോൾ അത് എന്തുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ടെക്നോളജിയിൽ അവർ R&D ഇടുമ്പോഴാണ് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുമ്പോഴാണ് ഈ വരുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടും ഒപ്പം തന്നെ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നത്. പിന്നെ ഉള്ളതാണ് സ്റ്റാർട്ടപ്പ് കൾച്ചർ. ഇന്ത്യ ഇപ്പോൾ നല്ല സ്റ്റാർട്ടപ്പ് കൾച്ചറാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യ തന്നെ നമ്മുടെ ഏഷ്യൻ കൺട്രീസിൽ നിന്ന് നിൽക്കുമ്പോൾ ആ ഭാഗം എടുക്കുമ്പോൾ നമ്മളാണ് ടോപ്പായി നിൽക്കുന്നത് സ്റ്റാർട്ടപ്പ് കൾച്ചറിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കുറേ സ്റ്റാർട്ടപ്പ് വരുന്നത്. സോ അതൊരു വലിയൊരു നേട്ടമാണ് നമുക്ക്. സോ ഇന്ത്യ സ്റ്റിൽ ഫേസ് നമ്പർ ചാലഞ്ചസ് എന്നാലും ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ചാലഞ്ചസ് ഉണ്ട്, സ്കിൽഡ് വർക്ക് ഫോഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. സ്കിൽഡ് വർക്ക് ഫോഴ്സ് എന്ന് വെച്ചാൽ വർക്ക് ഫോഴ്സ് ഉണ്ട്, പക്ഷെ സ്കിൽഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട്, ആ ഒരു സംഭവം. പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ, കുറേ ആൾക്കാർക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അത് പുതിയ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിന് കോസ്റ്റ് വരുന്നത് ബ്യൂറോക്രാറ്റിക് ഒബ്സ്റ്റക്കിൾസ് can make it difficult for companies to navigate the process of absorbing new technologies. കാരണം കുറേ ഡിലേസ്, ഇൻക്രീസ്ഡ് കോസ്റ്റും പിന്നെ ടാക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. സോ സിംപ്ലി ഇതാണ് മൊഡ്യൂൾ 3. സോ നമ്മൾ മൊഡ്യൂൾ 3 തിരുത്തുന്നുണ്ട്. സോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ അത്ര തന്നെ.